ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ മാർക്കറ്റ് അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്ന് അവധിയായിരുന്നു. പക്ഷേ ഏഷ്യൻ വിപണികളെല്ലാം നല്ല പോസിറ്റീവിലാണ് രാവിലെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രംപ് ടെക്കുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ താരിഫ് ഒഴിവാക്കിയതുകൊണ്ട് തന്നെ ചൈനയുടെയും ഹോങ്കോങ്ങിൻ്റെയും മാർക്കറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് രാവിലെ കാണാൻ പറ്റിയിരുന്നു. ചൈനയുടെ CSI 300 ഇൻഡെക്സ് 0.5%, ഷാങ്ഹായ് കോമ്പോസിറ്റ് 0.9% പോസിറ്റീവിലായിരുന്നു രാവിലെ ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നത്. ഹോങ്കോങ്ങിൻ്റെ ഹാങ്സെങ് 2.4% അപ്പായിരുന്നു രാവിലെ. US സ്മാർട്ട് ഫോണുകളെയും കമ്പ്യൂട്ടറുകളെയും ഈ ഒരു താരിഫിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ചൈനയിൽ പ്രധാനപ്പെട്ട ആപ്പിളിൻ്റെ സപ്ലയേഴ്സ് ആയിട്ടുള്ള ഫോക്സ്കോൺ ഇൻഡസ്ട്രീസ് 1.1%, ഗോർടെക് 2.5% രാവിലെ പോസിറ്റീവിലായിരുന്നു. കൂടാതെ ചൈനയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഡൊമസ്റ്റിക് ഡാറ്റ, അതായത് മാർച്ചിലെ ലോൺ ഗ്രോത്ത് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടിയിട്ടുണ്ട്. അതും ഇന്നത്തെ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ബേസിക് കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ സൗജന്യമായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാം. ഇന്ത്യയിലെ ഈ ആഴ്ച വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ Q4 റിസൾട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏപ്രിൽ 14 വിജി ഫിനാൻസ് ലിമിറ്റഡിൻ്റെയാണ്. ഏപ്രിൽ 15 വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ IRDA, ICICI ലൊംബാർഡ്, ICICI പ്രൂഡൻഷ്യൽ ലൈഫ്, MRP അഗ്രോ, GM ബ്രൂവറീസ്, ഹാത്വേ ഭവാനി, ബോംബെ വയർ റോപ്സ്, ഡെൽറ്റ ഇൻഡസ്ട്രീസ്, സ്വാസ്തിക് സേഫ് ഡെപ്പോസിറ്റ് തുടങ്ങിയ കമ്പനികളുടെയാണ്. 16 തീയതി വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ വിപ്രോ, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ലിമിറ്റഡ്, സ്വരാജ് എഞ്ചിൻസ്, GTPL ഹാത്വേ, ഹീര ഇസ്പാറ്റ് തുടങ്ങിയ കമ്പനികളാണ്. 17 തീയതി HDFC ലൈഫ് ഇൻഷുറൻസ്, HDFC AMC, മഹീന്ദ്ര EPC ഇറിഗേഷൻ, ഇൻഫി, ടാറ്റ എലക്സി, ഇൻഡോ സോളാർ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് വരാനുണ്ട്. 18 തീയതി വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ മാസ്റ്റെക്, നെറ്റ്വർക്ക് 18 തുടങ്ങിയ കമ്പനികളാണ്. 19 തീയതിയിൽ ശനിയാഴ്ച HDFC ബാങ്കിൻ്റെ, യെസ് ബാങ്ക്, ICICI തുടങ്ങിയ ബാങ്കുകളുടെ റിസൾട്ടുകൾ വരാനുണ്ട്. മുഴുവൻ ലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രധാനമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള കമ്പനികളുടെ റിസൾട്ടും ഈ ആഴ്ച വരാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് RBIയുടെ ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഫോർകാസ്റ്റാണ്. FY25 അത് 2.5 ലക്ഷം കോടിയോളം വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം അത് 2.1 ലക്ഷം കോടിയായിരുന്നു. അതിൽ നിന്ന് വളരെ വലിയ ഒരു ഉയർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റുപ്പിയുടെ വാല്യൂ നിലനിർത്തുന്നതിനായി ഡോളറിൻ്റെ റെക്കോർഡ് സെയിലാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ RBI നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ഫോറക്സ് ഇൻകം RBIയുടെ കയ്യിലുണ്ട് ഇപ്പോൾ. അതുകൂടാതെ വളരെ വലിയൊരു ഇൻട്രസ്റ്റ് ഇൻകമും RBIയുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. ഈ ഒരു തുക കിട്ടുകയാണെങ്കിൽ അത് ബജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഇന്ത്യയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറക്കാനും മറ്റു പല കാര്യങ്ങൾക്കും ഇതൊരു ഗുണകരമായ കാര്യമായിരിക്കും. എന്തായാലും ഈ അവസാനത്തോടു കൂടി ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും നമുക്ക് ക്ലിയർ ആയിട്ട്. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് മെഹുൽ ചോക്സിയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം PNB ഫ്രോഡ് കേസുമായി ബന്ധപ്പെട്ട് രാജ്യം വിട്ട ആളായിരുന്നു. അദ്ദേഹം ബെൽജിയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്. ഡയമണ്ട് ട്രേഡറായിരുന്ന മെഹുൽ ചോക്സി 14,000 കോടിയോളമാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഫ്രോഡ് നടത്തിയത്. അതുകൊണ്ട് തന്നെ CBIയും EDയും അദ്ദേഹത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു. 2018 അദ്ദേഹം ആൻറ്റിഗൻ സിറ്റിസൺഷിപ്പ് നേടിയിരുന്നു. 2021 ഡൊമിനിക്കയിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിലും ക്യാൻസർ ട്രീറ്റ്മെൻറ്റായി ബെൽജിയത്തിലേക്ക് പോവുകയായിരുന്നു. ഇതേ മെഡിക്കൽ റീസൺസ് പറഞ്ഞ് നാട് കടത്തപ്പെടുന്നത് ഒഴിവാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിൽ കിട്ടുന്നതാണ്. അടുത്തത് ഇന്ത്യയിലെ ഐഫോൺ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഫോക്സ്കോൺ ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ 300 ഏക്കറോളം ലാൻഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗ്രേറ്റർ നോയിഡയിലെ യമുന എക്സ്പ്രസ് വേൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ലാൻഡ് അവർ അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവർ വരാൻ പോകുന്ന ബാംഗ്ലൂർ പ്ലാന്റിനേക്കാളും വലുതായിരിക്കും ഈ ഒരു പ്ലാന്റ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ അവരുടെ രണ്ടാമത്തെ വലിയ പ്ലാന്റ് ആയിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. എന്ത് പ്രൊഡക്റ്റ് ആയിരിക്കും അവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് എന്നൊന്നും ഡീറ്റെയിൽസ് വന്നിട്ടില്ല. എങ്കിലും ഫോക്സ്കോണിൻ്റെ ചൈനയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കുറച്ച് ഇന്ത്യയിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു മൂവ് നടത്തുന്നത് അവർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജോഹർ എയർപോർട്ടിനടുത്തുള്ള HCL ഫോക്സ്കോണിൻ്റെ സെമി കണ്ടക്ടർ അസംബ്ലി പ്ലാന്റിന് അടുത്തായിട്ടായിരിക്കും ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അതും അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഐഫോണിൻ്റെ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ആപ്പിൾ 22 ബില്യൺ മൂല്യമുള്ള ഐഫോണുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 60% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട് അതിൽ. രൂപയുടെ മൂല്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ട്രില്യൺ രൂപയുടെ ഐഫോൺസാണ് 2024-25 അവർ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ IT മിനിസ്റ്ററിൻ്റെ കണക്കനുസരിച്ചാണ് ഇത്. ഇന്ത്യയിൽ ഐഫോണിന് 3 അസംബ്ലി പ്ലാന്റാണുള്ളത്. ഒന്ന് തമിഴ്നാട്, കർണാടകയിൽ.
ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫോക്സ്കോണും ടാറ്റ ഗ്രൂപ്പുമാണ്. അടുത്ത ഗോൾഡ് പ്രൈസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. യുഎസിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട ചില എക്സെപ്ഷൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിരുന്നു. അതിനുശേഷം ഗോൾഡ് പ്രൈസ് ചെറിയ രീതിയിൽ ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. സ്പോട്ട് പ്രൈസ് 0.1% കുറഞ്ഞ് $3232.45 പെർ ഔൺസ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 10 ഗ്രാമിന് 94,030 രൂപയായിട്ടുണ്ട്. ഇനി 22 കാരറ്റിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 86,194 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ബാങ്ക് ഗോൾഡ് ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. RBI റേറ്റ് കുറച്ചതോടെ തന്നെ HDFC ബാങ്ക് അവരുടെ സേവിങ്സ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് 25 ബേസിസ് പോയിൻറ്റ് കുറച്ച് 2.75% ആക്കിയിട്ടുണ്ട്. 50 ലക്ഷത്തിന് കൂടുതലുള്ള ബാലൻസിന് 3.25% ആക്കിയിട്ടുണ്ട്. മുമ്പത് 3.5% ആയിരുന്നു. മറ്റു ബാങ്കുകളും ഇതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നുണ്ട്. FD അടക്കമുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറക്കുന്നുണ്ട്. യെസ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, ബജാജ് ഫിനാൻസ് തുടങ്ങിയവരെല്ലാം അവരുടെ FD ഇൻട്രസ്റ്റ് കുറച്ചിരുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ 400 ഡേയ്സിൻ്റെ സ്പെഷ്യൽ FD സ്കീം ഉണ്ടായിരുന്നു. 7.3% ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്യുന്ന അത് പിൻവലിച്ചിട്ടുണ്ട്.